ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ലൈറ്റിങ്ങിന് പ്രശ്നമാണെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. നമ്മളിവിടെ ഭയങ്കര എന്താ പറയുക, നേച്ചുറലായിട്ടൊരു ലൈറ്റിങ്ങിലാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ട് കുറേ നാളായി. അപ്പോൾ ഞാനൊരു പർപ്പിൾ ഹോള് കാണിച്ചു തരാനാണ് വന്നത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ലിപ്സ്റ്റിക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് മാൾസിൻ്റെ ഒരു ക്രയോൺ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഷെയ്ഡ് വന്നിട്ട് ഷെയ്ഡ് ഐ ആം ഫിയേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ഐ ആം ഫിയേഴ്സ് 12 എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് കേട്ടോ. ഞാൻ ഷെയ്ഡ് എനിക്ക് കാണിച്ചു തരാം. സംഭവം ഭയങ്കര ഒരു ക്രീമി ടെക്സ്ചറൊക്കെയാണ്, പക്ഷേ എൻ്റെ ഫേസിലിടുമ്പോൾ നല്ലോണം വാഷ് ഔട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതൊരു പിങ്ക് ഷെയ്ഡോ അങ്ങനെ എന്തോ ആണ് വരുന്നത്. പക്ഷേ ഇത് എൻ്റെ എന്താ പറയുക, എൻ്റെ ഫേസിൽ ഇടുമ്പോൾ ഭയങ്കരമായിട്ട് വാഷ് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്നിട്ട് ലിപ് ലൈനറൊക്കെ ഉപയോഗിച്ചൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കി. പക്ഷെ എങ്ങനെ നോക്കിയിട്ടും ഒരു മെന വരുന്നില്ല. ഇനി നമുക്കത് എന്താ പറയുക, വേറെ ഏതെങ്കിലും ഷെയ്ഡിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കണം. കാരണം ഇപ്പം അതിൻ്റെ കാലമായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അല്ലാതെ ഈ ഒരു ഷെയ്ഡ് എനിക്ക് എൻ്റെ മുഖത്തിൽ തീരെ മാച്ചായി പോകുന്നില്ല. ലിപ് ലൈനർ ഇട്ടിട്ടും ഒന്നിക്ക് മാച്ചായി പോകുന്നില്ല. ഞാൻ ഷെയ്ഡ് കണ്ടപ്പോൾ എനിക്ക് അതിൽ വലിയ കുഴപ്പം തോന്നിയില്ല കേട്ടോ. പക്ഷെ ഞാൻ സത്യത്തിൽ ഞാൻ നോക്കിയത് ഗേൾ പവർ ആണ് കേട്ടോ. പക്ഷെ അത് എത്ര കാലമായി എന്ന് പറയുന്നത് നോക്കുന്നു, ഫുൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നാണ് കാണിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത് കേട്ടോ. പക്ഷെ അബദ്ധം പറ്റി പോയി. പിന്നെ ഒരു ലിപ്സ്റ്റിക് തന്നെയാണ് കേട്ടോ. NYBയുടെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് നമ്പർ 22 ആണ്. വെൻഡി അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് കേട്ടോ. 22. ഇതിന് ഇത് പറയുകയാണെങ്കിൽ ഷെയ്ഡ് ഒരു റെഡ് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. റെഡും പിങ്കും അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. പിങ്ക് തന്നെ നമുക്ക് പറയേണ്ടി വരും. കണ്ടോ, ഇതും ഒരു ക്രീമി ഇതുള്ളത് തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ കയ്യുമൊന്നും അരയ്ക്കുമ്പോൾ കുഴപ്പമില്ല കേട്ടോ. അതർവൈസ് നമ്മൾ അതായത് ലിപ്പിലിടുകയാണെങ്കിലും അതുപോലെ നമ്മൾ ബ്ലഷ് ആയിട്ടൊക്കെ ഉപയോഗിക്കുമ്പോഴായാലും മീൻസ് അതൊരു ആ ഒരു ഫ്ലോക്ക് അങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക് ഇടുമ്പോൾ ആ ഒരു ഫ്ലോ വരില്ല. ഇപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക് ഇടുമ്പോൾ നമുക്കറിയാമല്ലോ, വണ്ടർഫുൾ അങ്ങനത്തെ ഒരു ഫ്ലോക്ക് ഈ ഒരു സംഗതി വരുന്നില്ല. അതങ്ങനെ പിടിച്ച് നിൽക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് എനിക്ക് പേഴ്സണലി തോന്നി. അത് ലിപ്സ്റ്റിക് ആയിട്ടാണെങ്കിലും ബ്ലഷ് ആയിട്ടാണെങ്കിലും ഇടുമ്പോഴും എനിക്ക് ആ ഒരു സംഭവം തോന്നി. പിന്നെ ഷെയ്ഡ് ഓക്കെ ഷെയ്ഡാണ്. എനിക്ക് അങ്ങനെ അതും എനിക്ക് തോന്നുന്നു എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല, അറിയില്ല. പിന്നെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ള ഈ ഒരു ലിപ്സ്റ്റിക് കേട്ടോ, ഇത് NYBയുടെ തന്നെയാണ് കേട്ടോ. സ്കൈലൈൻ എനിക്ക് സിന്നുണ്ട് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിപ്പ് ലൈനർ ഇട്ടിട്ട് നമ്മൾ ഈ ഒരു ഇതിപ്പോൾ ഞാൻ ആ ഒരു ഷെയ്ഡാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ലിപ്പ് ലൈനർ ഇട്ടിട്ട് ഇടുമ്പോൾ എനിക്ക് ഒരു ഷെയ്ഡ് പേഴ്സണലി ഇഷ്ടാവുന്നുണ്ട്. അങ്ങനെ അല്ലാതെ ലിപ്പ് ലൈനർ ഇടാതെ നമ്മൾ ഈ ഒരു ഷെയ്ഡ് ഇടുമ്പോൾ എനിക്ക് എന്തോ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഇതൊരു ഓക്കെ, ഞാൻ പറഞ്ഞ ലിപ്പ് ലൈനർ ഇട്ടിട്ടിടുമ്പോൾ എനിക്കിപ്പോൾ നോക്കി നോക്കുക, എനിക്കിപ്പോൾ ഈ ഷെയ്ഡ് രസമുണ്ടല്ലോ, എനിക്ക് പേഴ്സണലി ഇഷ്ടമായി. എനിക്ക് ഇഷ്ടമായെന്ന് എനിക്കറിയില്ല. അപ്പം എനിക്ക് പേഴ്സണലി ഈ ഒരു ഷെയ്ഡ് ഇപ്പം ഇങ്ങനെ ഇടുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലാതെ നോർമലി ഇടുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടമില്ല. അപ്പം ഞാൻ മേടിച്ചുള്ള 3 ലിപ്സ്റ്റിക്കും എനിക്കങ്ങനെ വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല. മാൾസിൻ്റെ എനിക്ക് പറയാനുള്ള ഞാൻ പൈസ പോയി. അത് നോക്കണം, വേറെ വല്ല ലിപ്സ്റ്റിക്കായിട്ട് മിക്സ് ചെയ്ത് നോക്കണം. അപ്പം അങ്ങനെ ഈ 3 ലിപ്സ്റ്റിക്കും എനിക്ക് വലിയ കഥയായിട്ട് തോന്നിയില്ല. ഓക്കെ. പിന്നെ നമ്മൾ മേടിച്ചത് മാൾസിൻ്റെ ഒരു ഇത് എന്താ പറയുക, കണ്ണിൻ്റെ പീലിങ്ങനെ ആക്കണ സാധനം, മസ്കാര ഇതിൻ്റെ പേരുണ്ട് കേട്ടോ, മസ്കാര. അപ്പം മസ്കാരയാണ് കേട്ടോ. മസ്കാര എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു പ്രൈസിന് ഒരു അടിപൊളിയായിട്ടുള്ള മസ്കാരയാണ്. അത്യാവശ്യം നമുക്ക് എന്താ പറയുക, വോളിയൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു മസ്കാരയാണ്. അപ്പോൾ ഇത് എനിക്കിഷ്ടപ്പെട്ടു. കാരണം മസ്കാര ഞാൻ കുറേ നാളെ വാങ്ങിക്കണം എന്ന് വെച്ചിട്ടിരിക്കുകയായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു, പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ടു. അതായത് ബിഗിനേഴ്സിനെ എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാൻ നോക്കാവുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഓഫീസിൽ പോകുന്ന, കോളേജിൽ പോകുന്ന അവർക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മസ്കാരയാണ് മാൾസിൻ്റെ ഒരു മസ്കാര കേട്ടോ. അപ്പോൾ എല്ലാവരും, അതായത് ബിഗിനേഴ്സൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മസ്കാരയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഒരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ NYBയുടെ ഫൗണ്ടേഷനാണ് കേട്ടോ. NYBയുടെ ഫൗണ്ടേഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ എൻ്റെ ഷെയ്ഡല്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് എൻ്റെ ഭാഗത്ത് അബദ്ധം പറ്റിയാന്ന് തോന്നുന്നു. എൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡാണെന്ന് തോന്നുന്നു. എൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം.
ഇതാണ് കേട്ടോ ഷെയ്ഡ് വന്നിട്ട്. മനസ്സിലാവുന്നുണ്ടോ അല്ലേ? കണ്ടില്ലേ? ഇത് ശരിക്കും എൻ്റെ ഷെയ്ഡല്ല, ലൈറ്റർ ഷെയ്ഡാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഞാൻ പറയാം കേട്ടോ, 3 ആണ് ഇതിൽ നമ്പർ കൊടുത്തേക്കുന്നത്. ഇത് ലിക്വിഡ് ഫൗണ്ടേഷനാണ്, ഡ്യൂ ഡ്രോപ്സ് ആണ്. സംഭവം ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ഒക്കെയാണ് കേട്ടോ, അതൊന്നും ഞാനില്ല എന്ന് പറയുന്നത്. അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് തന്നെയാണ് ഈ ഒരു ഫൗണ്ടേഷൻ വന്നിട്ട്. പക്ഷേ ഒരു എന്താ പറയുക, എന്നെ കൂടെ ലൈറ്റർ ഷെയ്ഡാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഭയങ്കര കേക്ക് ആക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് എനിക്കുണ്ട്. അത് എനിക്ക് അറിയുന്നൂടെ, എനിക്കത് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ എന്നിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ടോ. അപ്പോൾ ലൈറ്റർ ഷെയ്ഡാണ്, ദാറ്റ്സ് ഓക്കെ. പക്ഷേ നമ്മൾ മേക്കപ്പായിട്ട് നമുക്ക് ഇടുമ്പോൾ അത് ഭയങ്കര കേക്കി ആയിട്ട് നമ്മുടെ മുഖത്തിരിക്കുന്ന പോലത്തെ ഒരു ഫീൽ തോന്നി. അത്യാവശ്യം മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്തോ ഭയങ്കര ഒരു കേക്കി ആക്കിയ പോലെ എനിക്ക് പേഴ്സണലി തോന്നി. അങ്ങനെ പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ളത് NYBയുടെ ഒരു ഫേസ് പാലറ്റാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, ബ്ലഷ് ഉണ്ട്, കോണ്ടോറിങ് ഉണ്ട്, പിന്നെ ഒരു ഹൈലൈറ്റർ വരുന്നുണ്ട്. ഹൈലൈറ്റർ കുറച്ചൊരു ഗ്ലിറ്ററി ഷെയ്ഡ് വരുന്നുണ്ട്. പക്ഷേ ദാറ്റ്സ് ഓക്കെ, അടിപൊളിയാണ് കേട്ടോ. നല്ലോണം പിഗ്മെൻറ്റേഷനും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ബ്ലഷ് വന്നിട്ട്. നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട് കേട്ടോ, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ കോണ്ടർ ഞാൻ ഇതുവരെ അങ്ങനെ ഉപയോഗിച്ചിട്ട് നോക്കിയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഹൈലൈറ്റർ ഞാൻ പറഞ്ഞില്ലേ, അതൊരു ഗ്ലിറ്ററി ഷെയ്ഡ് പോലെ വരുന്നുണ്ട്. പക്ഷേ ദാറ്റ്സ് ഓക്കെ. ഇപ്പം ഞാൻ എൻ്റെ മുഖത്ത് കണ്ടോ. അടുത്തായിട്ട് കാണിക്കാൻ പോണത് നമ്മുടെ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ്. അതൊന്നും നോക്കണ്ട, എൻ്റെ കയ്യിലിരിപ്പിൻ്റെയാണ്. അപ്പോൾ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്, പിന്നെ നല്ല ബ്ലാക്ക് ആണ് കേട്ടോ. അത് എൻ്റെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്കാണ്. ബ്ലാക്ക് ആയിരുന്നില്ല, ഒരു ബ്രൗൺ ഷെയ്ഡായിരുന്നു മേടിക്കേണ്ടിയിരുന്നത്. ബ്ലാക്ക് ആകുമ്പോൾ കറക്റ്റ് നമ്മളിങ്ങനെ വരയ്ക്കുന്നതും നല്ല പിഗ്മെൻറ്റേഷനും ഉണ്ട് കേട്ടോ, അതും കൂടി പറയണം. അപ്പോൾ നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ നല്ലോണം അതിങ്ങനെ എടുത്ത് കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബ്രൗൺ ഷെയ്ഡായിരുന്നു ഞാൻ മേടിക്കേണ്ടത്. എൻ്റെ ഭാഗത്തൊന്നും മിസ്റ്റേക്കാണ്, ഫൗണ്ടേഷനും എൻ്റെ ഭാഗത്തൊന്നും മിസ്റ്റേക്കാണ്. ഓക്കെ. അപ്പോൾ പിന്നെ പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പൊതുവേ ഞാനങ്ങനെ ഐബ്രോസ് ഒന്നും ഫിൽ ചെയ്യുന്ന ഒരാളേ അല്ല. കാരണം എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത ഐബ്രോസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതൊന്ന്, പിന്നെ ഞാൻ എങ്ങനെ അതിൽ പണിയെടുത്താലും അത് മെനക്കെട്ടിട്ട് അതൊരു ഉണ്ട പരുവത്തിലാവാറാണ് പതിവ്. അപ്പം ഞാൻ വിചാരിച്ചു ട്രൈ ചെയ്ത് നോക്കാം, എല്ലാവരും ചെയ്യണമല്ലേ, അങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ ഇത് മേടിച്ചത്. എനിക്ക് നല്ല പിഗ്മെൻറ്റേഷൻ കാര്യങ്ങളുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഇന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കഴിവിന് നിങ്ങൾ എത്ര മാർക്ക് തരും പറയണം കേട്ടോ. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാറില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇതാണ് നമ്മുടെ ഒരു ഹോൾ വീഡിയോ ഒന്നും പറയാൻ പറ്റില്ല, ഒരു കുട്ടി മിനി ഹോൾ വീഡിയോ ആണ് കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ലിപ്സ്റ്റിക്ക് 3 ഞാൻ പറയില്ല, ലാസ്റ്റ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. പിന്നെയും നമ്മൾ ലിപ് ലൈനർ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഓക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കണം. അപ്പോൾ എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടത്? ഹാക്കൊക്കെ ഇടുമ്പോൾ, അപ്പോൾ നമ്മൾ ഷോർട്സിൽ ഹാക്കൊക്കെ ഇടുമ്പോൾ നമുക്ക് എന്താ പറയുക, നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്. പിന്നെ കുറേ പേര് ഇങ്ങനെ അയച്ചിരും അത് ചെയ്യുന്നുണ്ട്. ഹാക്കുകൾ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നു. കാരണം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടുതൽ എൻ്റർടൈനിങ് അങ്ങനത്തെ ഒരു രീതിക്ക് നമ്മുടെ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോം മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെയാണ് വീഡിയോസ് വേണ്ടതെന്ന് വെച്ചെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കണം. ടാറ്റാ ബൈ ബൈ, സീ യു, ലവ് യു.